കാന്തപുരത്തിൻ്റെ ആ യാത്ര അതിൻ്റെ അന്തസ്സ് കെടുത്തുന്ന പ്രസ്താവന നടത്തിയത് പിണറായി വിജയനാണ്. മാറാട് അവിടെ വലിച്ചഴച്ചപ്പോൾ ശക്തമായിട്ട് മറുപടി പറഞ്ഞു പ്രതിപക്ഷ നേതാവ്. വലിയൊരു തെറ്റുമില്ല. ഈ വെള്ളാപ്പള്ളിയുടെ ഒപ്പം തന്നെ ഈ സുകുമാരനായരുടെ ഈ പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ CPM ഇടപെടലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, ചില ഫോൺ കോളുകൾ വന്നു എന്ന് പത്രത്തിൽ വായിച്ചു, അതല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അല്ല, അങ്ങേക്ക് ഇത്ര രാഷ്ട്രീയമായ ആഴമുള്ള ഒരു മനുഷ്യനല്ലോ, കേൾക്കുമ്പോൾ മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ ഇതെങ്ങാടെ പോകുന്നതെന്നുള്ളത്. അല്ല, അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും UDF ദോഷകരമായി ബാധിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സ്വർണം കട്ട കള്ളന്മാർക്ക് ജനം വോട്ടിയില്ല. ഇല്ലേ, ഈ പ്രതിപക്ഷ നേതാവിനെ വീരാളിപ്പെട്ട് ഉദപ്പിച്ച് കിടത്താനേ പാർട്ടി എന്നുള്ള ശ്രമമാണോ ഇത്? പാർട്ടിയൊക്കെ ഒരുമിച്ചാണ് നീങ്ങുന്നത്. പാർട്ടിക്കാരെ തമ്മിൽ ഭിന്നിപ്പിക്കാനാരും നോക്കണ്ട. പ്രതിപക്ഷ നേതാവിന് അനുകൂലമായിക്കൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ ഘടകങ്ങളും നിലകൊണ്ടിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയാം, ഭൂരിപക്ഷ MLA-മാരുടെ പിന്തുണയും ഹൈക്കമാൻഡിൻ്റെ തീരുമാനവുമാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. ഇന്നലെ സുകുമാരൻ നായർ പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പെരുന്നയിലെ തിണ്ണനിറങ്ങാൻ പോയി എന്നാണ്. ഈ സാമുദായിക നേതാക്കന്മാരെ എല്ലാവരും സന്ദർശിക്കാറുണ്ട്, ഞാനും സന്ദർശിക്കാറുണ്ട്. അതിനെ തിണ്ണ നിരങ്ങുക എന്നല്ല അർത്ഥം. അവരുടെ സമുദായത്തിനോടുള്ള ബഹുമാനം ഞങ്ങളൊക്കെ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെയൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പ്രതിപക്ഷ നേതാവും പോകാറുണ്ട്, ഞങ്ങളും പോകാറുണ്ട്. സമുദായ നേതാക്കന്മാരുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. തീർച്ചയായിട്ടും NSSൻ്റെ സമുദായ ആചാര്യൻ്റെ ആസ്ഥാനത്ത് ഞങ്ങൾ പോകാറുണ്ട്. അതിന് എന്താ പറയുക, അതിൻ്റെ തലപ്പത്തുള്ള നേതാക്കന്മാരെ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്. അതൊന്നും തലയിൽ കൊണ്ടിട്ടില്ല, നേരിട്ടിട്ട് തന്നെ പോകാറുണ്ട്. ഞാൻ എല്ലാ മന്നം ജയന്തിക്കും ഞാൻ പോകാറുണ്ട്. ക്ഷണിച്ച പരിപാടികൾക്ക് SNDPയുടെ എല്ലാ പരിപാടികളും ഞാൻ പോകാറുണ്ട്. ഏത് സമുദായം വിളിച്ചാലും ഞാൻ പോകാറുണ്ട്. അല്ല, ഞാൻ പാർട്ടിയുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പാർട്ടി അഭിപ്രായം എന്ന് പറയുന്നത് എല്ലാ സമുദായങ്ങളോടും ബഹുമാനം, അതാണ് പാർട്ടിയുടെ നയം. അത് ഞങ്ങളെ വിമർശിച്ചാൽ വിമർശനങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയുന്നതല്ലാതെ അതാത് സമുദായങ്ങളെ ഒരിക്കലും മോശപ്പെട്ട് ഞങ്ങൾ ചിത്രീകരിക്കില്ല. അല്ല, ഞാൻ പറയാം, അത് ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവിടെ സന്ദർശിക്കാറുണ്ടല്ലോ. കൊടിക്കുന്നിൽ സുരേഷ് ആ പ്രദേശത്തിൻ്റെ MP ആണ്. അദ്ദേഹം പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ കാണാറുണ്ട്, ജനറൽ സെക്രട്ടറിയെ കാണാറുണ്ട്. ഒരു തെറ്റുമില്ല. ഞങ്ങളും അതിലെ പോകുമ്പോൾ ഞങ്ങളവിടെ ഇറങ്ങാറുണ്ട്. അതിലെ തെറ്റുണ്ടായതുകൊണ്ടല്ലേ ഇത് പ്രതിപക്ഷ നേതാവിനെതിരെ പറഞ്ഞ് മണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് തന്നെയല്ലേ. എങ്ങനെ അദ്ദേഹം അങ്ങനെ ഒരു സമുദായ നേതാവിനെതിരായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതെനിക്കറിയില്ല, അത് അവരോട് ചോദിക്കേണ്ട കാര്യമാണ് എന്ന് ഞങ്ങൾ കരുതുന്നില്ല. അതൊക്കെ ഞങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമാണ്. ഒരിക്കലും അതൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഞാൻ പറഞ്ഞ അത് അദ്ദേഹം സ്ഥിരം അവിടുത്തെ MP ആണ്. അവിടുത്തെ MP അതിലേ പോകുമ്പോൾ അവിടെ കയറും. ഞാൻ ഏത് കോൺഗ്രസ് നേതാവിനെതിരായിട്ട് വന്നാലും ഞങ്ങളുടെ സഹപ്രവർത്തകരായിട്ടുള്ള നേതാക്കന്മാർക്ക് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കും. അത് രമേശ് ചെന്നിത്തലയ്ക്കാണെങ്കിലും പിന്തുണ കൊടുക്കും, KC വേണുഗോപാലിനാണെങ്കിലും പിന്തുണ കൊടുക്കും. ഏത് നേതാവിനും ഞാൻ പിന്തുണ കൊടുക്കാറുണ്ട്. എന്തെങ്കിലും തെറ്റുകൾ അവർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാറുണ്ട്. പക്ഷേ ഒരു പരസ്യ പ്രതികരണം ഞാൻ നടത്താറുണ്ട്. ആരും ഉള്ളിൽ ചിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പാർട്ടി UDF ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അങ്ങനെ UDF ജയിച്ചു വന്നാൽ ഞങ്ങളെല്ലാവരും ചിരിക്കും. സാമുദായിക സംഘടനകളായിട്ടുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ പാർട്ടി ആരുമായിട്ട് ഏറ്റുമുട്ടാൻ പോകാറില്ല. പ്രതിപക്ഷ നേതാവ് ഏറ്റുമുട്ടാൻ പോയിട്ടില്ല.